രാവിലെ 6:30 ഞങ്ങൾ തീം സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക്. ഹോട്ടൽ ഏകദേശം ഒരു 30 മിനിറ്റ് ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഒരു ടാക്സിയും എടുത്തായിരുന്നു പിന്നീടുള്ള യാത്ര. രാവിലെ തന്നെ നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം കോടയൊക്കെ നിറഞ്ഞിരിക്കുന്ന പോലൊരു അന്തരീക്ഷമായിരുന്നു. നേരെ ഹോട്ടലിലെത്തി ഫ്രഷായി ഫുഡും കഴിച്ച് ഗോവക്കറക്കത്തിനായിട്ട് ഇറങ്ങി. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലുകാർക്ക് തന്നെ വണ്ടി റെൻറ്റിന് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തന്നെയാണ് നമ്മൾ 2 ടൂ വീലർ റെൻറ്റിനെടുത്തേക്കുന്നത്. 300 രൂപയും ആധാർ കാർഡും ഉണ്ടെങ്കിൽ ഗോവയിൽ ടൂ വീലർ റെൻറ്റിന് കിട്ടും. ഈ 300 എന്നുള്ളത് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ വണ്ടിയുടെ പഴക്കം അനുസരിച്ച് റേറ്റ് കുറയും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക. കാരണം എന്തായാലും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അവസാനം നമ്മുടെ തലയിലാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവയിലെ പെട്രോൾ പമ്പ് തന്നെയായിരുന്നു. വണ്ടി കിട്ടുമ്പോൾ തന്നെ ആകെ കുറച്ച് പെട്രോൾ മാത്രമേ അതിലുണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ ഗോവയിലെ പെട്രോൾ പമ്പുകളുടെ എണ്ണവും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പമ്പുകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരിക്കും. അവിടെ നിന്ന് 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. 97 രൂപയായിരുന്നു ഗോവയിലെ അന്നത്തെ പെട്രോൾ നിരക്ക്. അവിടെ നിന്ന് നേരെ പോയത് ചഫോറ ഫോർട്ടിലേക്കായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രമേ ഈ ചഫോറ ഫോർട്ടിലേക്ക് ദൂരമുള്ളൂ. അർപ്പോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ബീച്ചുകളിലേക്കും ഇതുപോലെ 5-10 മിനിറ്റ് മാത്രമേ അവിടെ നിന്ന് ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞ് കാണും. ശനിയാഴ്ച ആയിട്ട് കൂടി വലിയ ടൂറിസ്റ്റുകളുടെ തിരക്കൊന്നും റോട്ടിൽ കാണുന്നില്ല. റോട്ടിലാകെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന 2 ആൾക്കാരാണ്. ഒന്ന് പശു, മറ്റേത് കാളയും. റോഡിൻ്റെ നടുക്ക് കയറിയാണ് ഇവർ നിൽക്കുന്നത്. ഹോൺ അടിച്ചാലും മാറില്ല. ഈ ചഫോറ ഫോർട്ടിലേക്ക് പോകുന്ന അതേ റൂട്ടിലാണ് കേട്ടോ ഗോവയിലെ മാരിയറ്റ് ഹോട്ടലും ഉള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ ചഫോറ ഫോർട്ടിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഫീ വരുന്നത് 20 രൂപയാണ് കേട്ടോ. ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് വേറെ എൻട്രി ഫീയും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ എടുത്ത് കണ്ട ഒരു കടയിലേക്ക് ഓടി. വേറെ ഒന്നിനുമല്ല, തണുത്ത വെള്ളം മേടിക്കാനാണ്. അത്രയ്ക്ക് ചൂടായിരുന്നു. പക്ഷേ അവിടെയും നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം 20 രൂപ MRP ഉള്ള വെള്ളത്തിൻ്റെ ബോട്ടിൽ നമ്മളിൽ നിന്ന് അവർ വാങ്ങുന്നത് 30 രൂപയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ടൂറിസ്റ്റ് ഏരിയ ആണ്, ഇവിടെ ഇങ്ങനെയാണെന്നാണ്. ഫോർട്ടിലേക്ക് രാവിലെ വന്നത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വെയിൽ. ഫോർട്ടിൻ്റെ എൻട്രൻസ് എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞ് ഓടി എടുത്തു കണ്ട മരത്തിൻ്റെ തണലിലിരിക്കുകയാണ് സുപ്പു. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മാതിരി വെയിലായിരുന്നു. അങ്ങനെ ചെറിയൊരു റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഫോർട്ട് ലക്ഷ്യം പിടിച്ച് നടന്നു. ഫോർട്ടിൻ്റെ എൻട്രൻസിന് മെയിൻ്റനൻസ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വെട്ടുകല്ലുകൾക്കൊന്നും അധികം പഴക്കം തോന്നുന്നില്ല. റോഡിലൊന്നും വരുന്ന വഴി വലിയ തിരക്കൊന്നും കണ്ടില്ലായിരുന്നെങ്കിലും അത്യാവശ്യം ആളുകളുണ്ട് കേട്ടോ ഈ ഫോർട്ടിൽ. ഫോർട്ടിൻ്റെ പ്രധാന കവാടം കടന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് മെയിൻ്റനൻസ് ആകെ നടന്നിട്ടുള്ളത് ഫോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ സ്റ്റെപ്പുകളും കാര്യങ്ങൾക്കുമാണ്. കാരണം ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞതിന് ശേഷം ചുറ്റും കാണുന്നത് കുറേ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന അവശിഷ്ടങ്ങൾ മാത്രമാണ്. ഗോവയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ചഫോറ ഫോർട്ട്. മലയാളം ഉൾപ്പെടെ ഒട്ടനവധി സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുണ്ട് ഇവിടം. അമീർ ഖാൻ നായകനായിട്ടുള്ള ദിൽ ചാഹ്താ ഹൈ എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയതിന് ശേഷമാണ് ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങിയത്. ഫോർട്ടിലേക്ക് കൂടുതലും ടൂറിസ്റ്റുകൾ എത്തുന്നത് വൈകുന്നേരങ്ങളിലാണ്. കാരണം ഇതൊരു സൺസെറ്റ് പോയിൻ്റ് കൂടിയാണ്. ഒരടിപൊളി ഫോട്ടോ പോയിൻ്റ് കൂടിയാണ് കേട്ടോ ഇവിടം. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളും. ഏകദേശം മലമുകളിൽ നിന്ന് കടൽ നോക്കി കാണുന്ന ഒരു പ്രതീതിയാണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ താഴേക്കൊരു വഴി കണ്ടു. അങ്ങോട്ട് എൻ്റർ ഉണ്ടോ എന്നൊന്നും അറിയില്ല. എങ്കിലും ആരൊക്കെയോ നിൽക്കുന്നത് കണ്ടിട്ട് ആ വഴി പോകാമെന്ന് തീരുമാനിച്ചു. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് ഗോവയിലെ തന്നെ മറ്റൊരു ബീച്ചായ വാഗീറ്റർ ബീച്ചാണ് കേട്ടോ. വെയിലാണ്, വരുന്നില്ല എന്ന് പറഞ്ഞ് മടിച്ചിരുന്ന ആളാണ് കേട്ടോ. അടിപൊളി ഫ്രെയിമാണ്, റീൽസ് എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഓടി വരുന്ന വരവാണിത്. രണ്ട് മൂന്ന് ഫോറിനേഴ്സിനെ അല്ലാണ്ട് ഈ ബീച്ചിൽ ആരെയും വേറെ കാണുന്നുണ്ടായില്ല കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരാൾ ഒറ്റയ്ക്ക് എന്തോ ചെയ്യുന്നത് കണ്ടത്. എന്താണെന്ന് വലിയ പിടി കിട്ടിയില്ല കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ബിരിയാണിയും ഊണും ഫിഷ് ഫ്രൈയും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. ഒരു കേരള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. പിന്നെ വൈകുന്നേരമായിരുന്നു ഗോവൻ കറക്കത്തിന് ഇറങ്ങിയത്. അഞ്ജന ബീച്ചായിരുന്നു ഈ തവണ ലക്ഷ്യം. രാവിലത്തെ പോലെയല്ല, ഗോവ മൊത്തത്തിലൊന്ന് ആക്റ്റീവായിട്ടുണ്ട് രാത്രി ആയപ്പോഴേക്കും.
ആകെ മാറ്റമില്ലാത്ത നമ്മുടെ പശുവിനും കാളയ്ക്കും മാത്രമാണ് ഇപ്പോഴും റോഡിൻ്റെ നടുക്ക് തന്നെ അതുപോലെ നിൽക്കുന്നുണ്ട് അവർ. രാവിലെ ഫോർട്ടിലേക്ക് പോയപ്പോൾ ഫോർട്ടിൻ്റെ അവിടെയായിരുന്നു കൂടുതൽ കടകൾ. ബാക്കി പോകുന്ന വഴിയൊന്നും അധികം കടകളൊന്നും കണ്ടിരുന്നില്ല. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്, ബീച്ച് സൈഡിലേക്കാണെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഗോവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഗോവൻ കൾച്ചറിലേക്ക് ഇവിടെ വരുന്നവർ എന്തായാലും കാല് വഴുതി വീണിരിക്കും. കംപ്ലീറ്റ്ലി അല്ലെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്തേക്ക് നമ്മൾ വീണിരിക്കും. അതിനുള്ളൊരു ഉദാഹരണം വഴിയെ കാണിച്ചു തരാം. അങ്ങനെ ബീച്ചിൻ്റെ പാർക്കിങ്ങിലെത്തി. ഇവിടെ 30 രൂപയാണ് കേട്ടോ. ചഫോറ ഫോർട്ടിൽ നമുക്ക് 20 രൂപയെ പാർക്കിംഗ് ഫീ വന്നുള്ളൂ. ഇവിടെ നമ്മളിന്ന് മേടിച്ചത് 30 രൂപയാണ്. ഗോവയുടെ ഒരു പ്രത്യേകതയാണത്. എല്ലായിടത്തും പാർക്കിംഗ് ഫീ ഉണ്ട്, അതും ഇത്ര വലിയ എമൗണ്ട്. രാവിലെ കണ്ട പോലത്തെ ഒരു ബീച്ചേ അല്ല. ഈ ബീച്ച് ഫുൾ ആക്റ്റീവാണ്. ലൈറ്റും കാര്യങ്ങളും ഇട്ടിട്ട് മൊത്തത്തിലൊരു പാർട്ടി മോഡാണ്. അവസാനം ഞങ്ങൾക്ക് പറ്റിയൊരു റെസ്റ്റോറൻറ്റും തപ്പി നടന്ന് അവസാനം ഒരെണ്ണം കിട്ടി. നേരത്തെ പറഞ്ഞിരുന്നല്ലോ കാല് വഴുതി വീഴുന്നു, ഞങ്ങൾക്കും പറ്റിപ്പോയി. അതാണ് ഈ മുന്നിലിരിക്കുന്ന ഹുക്കയും ബിയർ ബോട്ടിലും. ബീച്ചിനെ ഫേസ് ചെയ്തിരുന്ന കടലും കണ്ട് കാറ്റും കൊണ്ട് ഫുഡ് കഴിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പറ്റിപ്പോയി. എന്തായാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബിയർ എന്തോ ഇഷ്ടമായില്ല. ചിലപ്പോൾ MRP 80 രൂപ കണ്ടിട്ട് ബില്ലിൽ 200 രൂപ കണ്ടതുകൊണ്ടായിരിക്കാം. എന്നാലും ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാവം ടൂറിസ്റ്റുകൾ എന്താ ചെയ്യുക? അങ്ങനെ കുറേ നേരം ബീച്ചിൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോഴേ പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് ഒരു ഷോപ്പിൽ കയറി. ചുമ്മാ അവിടുത്തെ കളക്ഷൻ കാണാൻ കയറിയതാണ്. പക്ഷേ അവിടുത്തെ ദീദിയുടെ പെരുമാറ്റം കൊണ്ട് നമ്മളവിടെ നിന്ന് ഒരു ഷർട്ട് മേടിച്ചാണ് പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് വിൽക്കുന്നൊരു ഷോപ്പ് കൂടി ഉണ്ടായിരുന്നു. അവിടെയും കയറി. ഇപ്പോൾ ഏകദേശം സമയം 12 മണിയോട് എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഗോവ ആക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ സാറ്റർഡേ നൈറ്റ് ബസാർ. അത് സാറ്റർഡേ നൈറ്റ് മാത്രമേ ആക്റ്റീവായിട്ടുണ്ടാവൂ. ഇനി അങ്ങോട്ട് കൂടി കയറിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. വേറെ ഒന്നല്ല, പെൺകുട്ടികളാണ്. കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്ത് ഒരാവശ്യമില്ലെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൂട്ടും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ. യാത്രകൾ അവസാനിക്കുന്നില്ല, കൂടെ